ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ സാധാരണ റവ കേക്ക് കഴിച്ചിട്ടും അതിൻ്റെ കുട്ടി കേക്കാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ഒരു കപ്പ് മൈദ കൊണ്ട് കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കൊടുക്കണ്ട, നമുക്ക് തന്നെ ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു കപ്പ് മൈദ മതി, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അളവ് കൂട്ടിയാൽ മാത്രം മതി. എളുപ്പം നമുക്കിത് ചെയ്തെടുക്കാം, നല്ല ടേസ്റ്റിയാണ്. നമുക്കിനി ഇത് ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങണ്ട. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കാണാം. നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലാട്ടോ അളവൊക്കെ നോക്കുന്നത്. ഈ ഒരു ഗ്ലാസ് നമ്മൾ മൈദ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഏത് ഗ്ലാസ്സാണോ ആ ഗ്ലാസ്സിന് എടുക്കാം. നമുക്ക് കപ്പളവൊന്നും നോക്കണ്ട. നമ്മൾ അതിലേക്കൊരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ വേണമെങ്കിലും ചേർക്കാം, പക്ഷേ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ അതിനൊരു ഒരു ടേസ്റ്റ് വരും കേട്ടോ. അതായത് നല്ലത് നമുക്ക് ബേക്കിംഗ് പൗഡറാണ്. പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് യെല്ലോ കളറൊന്നും ചേർക്കുന്നില്ല. നമ്മളൊരു 1/4 ടീസ്പൂണോളം നമ്മൾ പൊടിപ്പിച്ച് നല്ല മഞ്ഞൾപ്പൊടി ആട്ടോ, ആ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞളുടെ ചുവയൊന്നും വരുന്ന വിചാരിക്കേണ്ട, അതൊന്നുമില്ല, അതിട്ട് കൊടുക്കാം. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏതായാലും മധുരമുള്ളൊരു സ്നാക്കാണ്, അപ്പോൾ ടേസ്റ്റിന് വേണ്ടി ഒരു പിഞ്ചോളം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 3 ടീസ്പൂണോളം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ബട്ടറോ അതായത് അല്ലെങ്കിൽ ഗീയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബാക്കി വേറെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റും കൂടും, ഹെൽത്തിയുമാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് റവയും കൂടി ചേർത്ത് കൊടുക്കണം. അത് ജസ്റ്റ് ഒന്ന് മിക്സായി വന്നാൽ മതി. അപ്പോൾ തന്നെ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ ഈ മൈദപ്പൊടിയൊക്കെ അളന്നെടുത്തത് അതേ ഗ്ലാസ് തന്നെ നമ്മളൊരു 1/4 കപ്പോളം വറുത്തതോ വറക്കാത്തതോ ഏത് റവയായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ വറക്കാത്ത റവയാണ് എടുത്തേക്കുന്നത്. ആ റവയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അത് ആ പുട്ടുപൊടീൻ്റെ രൂപത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് കിട്ടണം. ഇതാണ് അതിൻ്റെ പരുവം. ഈ പൊടി മിക്സ് ചെയ്തത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ചെറിയൊരു പരിപാടി വേറെയുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാരയാണേ, നമ്മളിപ്പോൾ അളവെടുത്താൽ തന്നെ ഒരു 1/2 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം പൊടിക്കുന്നത് എന്തെന്ന് വെച്ചാൽ പെട്ടെന്നൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പൊടിക്കാതെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പൊടിച്ചതാണ് ഒന്നും കൂടി ബെറ്റർ. അപ്പോൾ ഞാനിതിൽ ഏലക്ക ഇട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിച്ചത് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിയൊക്കെ മിക്സ് ചെയ്ത സമയത്ത് അതിലിട്ട് കൊടുത്താലും മതി. പിന്നെ നമ്മളിതിലേക്കൊരു മീഡിയം സൈസ് അത്യാവശ്യം നല്ല വലിയ മുട്ട തന്നെയാണ്, അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയും മുട്ടയും നന്നായിട്ടൊന്ന് ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഒരുപാടങ്ങ് ബീറ്റ് ചെയ്തെടുക്കൊന്നും വേണ്ട, പഞ്ചസാര ഇതൊന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. നമ്മളിത് നേരത്തെ പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത് പൊടിച്ച പഞ്ചസാര ചേർക്കും. കാരണം അല്ലാതെ നമ്മൾ മുഴുവനേ ഉള്ള പഞ്ചസാര ചേർത്താൽ കുറച്ച് സമയം എടുക്കും നമുക്കതൊന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്കിത് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയമൊന്നും ബീറ്റ് ചെയ്യേണ്ട, കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മൈദപ്പൊടീൻ്റെ മിക്സ് ഉണ്ടോ, അതിലേക്ക് നമുക്ക് ആദ്യം ഇതിൻ്റെ പകുതി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആദ്യം തന്നെ മുഴുവനായിട്ട് ഇടണ്ട. ഇനിയിപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ച് ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദ ചേർത്ത് കൊടുക്കാം. ഇനി അഥവാ ഹാർഡായി പോവുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമോ പാലോ ഒന്നും ഒഴിക്കരുത്. ഈ ഒരു മുട്ടയും കൂടി എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്കിതിപ്പോൾ ഈ എടുത്ത അളവിൽ കറക്റ്റായിരുന്നു. അതിൽ മൈദ ചേർക്കാനോ മുട്ട ചേർക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എടുത്ത അളവൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. ഇനി നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇതിൽ കളറൊന്നും ചേർത്തിട്ടില്ലെങ്കിലും ആ മഞ്ഞൾപ്പൊടീൻ്റെ നല്ല മഞ്ഞ കളർ ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ കേക്ക് ഉണ്ടാക്കിയ ശേഷം പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. കയ്യിൽ നന്നായിട്ട് ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ചൊരു എണ്ണ തേച്ചാൽ മതി. പക്ഷേ ഒരുപാട് ഒട്ടില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് വെള്ളം പോലെ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈദപ്പൊടി ചേർത്തൊന്ന് ഹാർഡാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം കുഴച്ച് റെഡിയാകേണ്ട ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് പരത്തിയെടുത്ത് കട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്കിത് പരത്തൊന്നും വേണ്ട കേട്ടോ. നമുക്ക് കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇത് ഒന്ന് പരന്ന് കിട്ടും. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പ്ലേറ്റിൻ്റെ മുകൾ വശം കുറച്ചൊരു ഓയിൽ തേച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ സോഫ്റ്റ് മാവായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പരന്ന് കിട്ടും. കണ്ടില്ലേ, നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാകും.
ഒരുപാടങ്ങ് കട്ടി കുറച്ച് പരത്തും വേണ്ട, കുറച്ച് കട്ടിയിലാണ് നമുക്കിത് ഉണ്ടാവുക. അപ്പോൾ കുറച്ച് കട്ടിയാവുന്നതായിട്ട് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വലുപ്പം മതി കേട്ടോ, ഒരുപാട് വലുപ്പം ആവണ്ട. നമ്മൾ ആകെ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മളത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഓയിലൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നല്ല ചൂടുള്ള സമയത്താണ് നമ്മളിത് കട്ട് ചെയ്ത് നേരെ ഇട്ട് കൊടുക്കേണ്ടത്. തണുത്ത ഓയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അതവിടെ നിന്ന് ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ അരികുവശമൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതൊരു ചതുരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ അതിന് അത് ഷേപ്പൊന്നും വേണമെന്നൊന്നുമില്ല. നമുക്കിതുപോലെ കട്ട് ചെയ്ത് കുറച്ച് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ സുഖമാണ്. ഇതേപോലെ കുറച്ചേറെ ഒരു 2 കപ്പ് മൈദയിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ അതാ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഓയിൽ ഒഴിച്ചിട്ടും അടിയിൽ പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഇത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇതേപോലെ ചെയ്തപ്പോൾ കുറച്ച് കട്ടിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കുക ചെയ്തത്. അങ്ങനെ ചെയ്താലും മതി. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ചതുര പീസായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്നാക്കുകൾ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്നും ഇപ്പോൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്കും കമൻറ്റും ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇനിയും വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അത് നല്ല ചൂടിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് സിമ്മിലേക്ക് ഇടണം കേട്ടോ. എന്നാലേ ഉൾവശമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടുള്ളൂ. ഒരുപാട് സമയം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഇതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് വേറെ കളർ മാറി ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കണ്ടില്ലേ, ഈ രീതിയിൽ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം പുറത്ത് വെച്ച് തണുത്താൽ മാത്രമേ ഇത് നന്നായിട്ട് ഹാർഡായി കിട്ടുകയുള്ളൂ. നമ്മൾ 2ാം ട്രിപ്പ് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താ നമുക്കൊരു 5 മിനിറ്റ് ആയപ്പോഴേക്കും നമുക്കതും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ 1 ഗ്ലാസ് മൈദ കൊണ്ട് നമുക്ക് ഇത്രയും നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്ക് കുപ്പികളിലേക്ക് ഇട്ട് സൂക്ഷിച്ച് വെച്ചാൽ മതി. ചൂടോടുകൂടി തന്നെ നമ്മൾ ഇട്ട് വയ്ക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടമായാലേ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.